शृणुयामदेवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः पुष्टवांसस्तनूः यशेम देवहितं यदायु ॐ स्वस्ति न इन्द्रो वृद्धस्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः। तृतीयखण्डः स वेदैतत्परमं ब्रह्मधाम यत्र विश्वं निहितं भाति सुखं वासुदेवपुरुषं येह्य कामास्ते शुक्रमेतदतिवर्तन्ति धीराः कामान्यः कामेते मन्यमानः स कामभुर्जायते तत्र तत्र पर्याप्तकामस्य गदात्मनस्तु इहैव सर्वे प्रविलीयन्ति कामाः अयमात्मा प्रवचनेन लभ्यो न मेधया न बहुना श्रुतेन यमेवैश्वरमुदेन लभ्यस्तस्यैषात्मा विवृणुते तनुं स्वाम् अयमात्मा बलहीनेन लभ्यो न च प्रमादात् तपसो वाप्यलिङ्गात् यददेयस्तु विद्वान् तस्यैषात्मा ब्रह्मधाम सम्प्राप्येन ऋषयो ज्ञानवृत्ताः कृतात्मानो वीतरागाः प्रशान्ताः ते सर्वगं सर्वतः प्राप्य धीरा युक्तात्मानः सर्वमेवाविशन्ति वेदान्तविज्ञानसुनिश्चितार्थाः सन्न्यासयोग्याद्यतयः शुद्धसत्त्वाः ते ब्रह्मलोकेषु परान्तकाले परागता परिमुच्यन्ते सर्वे यदा कला पञ्चदश प्रतिष्ठा देवाश्च सर्वे प्रतिदेवतासु कर्माणि विज्ञानमयश्च आत्मा परे ये सर्व एकी भवन्ति यथा नद्यस्यन्दमाना समुद्रे अस्तं गच्छन्ति नामरूपे विहाय तथा विद्वान् नामरूपात् विमुक्तः परात्परं पुरुषमुपैति दिव्यम् स यो वै तत्परमं ब्रह्म वेद ब्रह्मैव भवति नास्या ब्रह्मविद्कुले भवति तरति शोकं तरति पाप्मानं दिव्यो विमुक्तो भवति तदेतदुजाभ्युक्तम् प्रिया ब्रह्मनिष्ठा स्वयं युगदयगच्छिष्यस्वयं तेषामेवैषां ब्रह्मविद्यां वदेव शिरोहं विधिवद्भिस्तुतीर्णम् तदेतत्सत्यं चिरङ्गिरावोवाच नैतदचीर्णप्रभूतिः नमः परमेश्वरेभ्यो परमेश्वरेभ्यः भद्रं कर्णेभिः शृणुयामदेवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैः पुष्टवांसस्तनूः यशेम यदायु स्वस्ति न इन्द्रो वृद्धस्रवाः विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः। यदा कला पञ्चदशप्रतिष्ठा देवाश्च सर्वे प्रतिदेवतासु कर्माणि विज्ञानमयश्च आत्मा परेवे सर्व एकीभवन्ति। पञ्चदशकलाः प्रतिष्ठां गताः सर्वे देवाः च प्रतिदेवतासु गताः कर्माणि विज्ञानमयश्च आत्मा വിജ്ഞാനമയ ഇവിടെ കൂടുതലും ബൃഹദാരണ്യത്തില്ല നമ്മൾ വിജ്ഞാനമയനെ കണ്ടു. ഇവിടെ വിജ്ഞാനമയശ്ച ആത്മ
പരേവേ സർവ ഏകീഭവന്തി. വിജ്ഞാനമയനായ ഈ അനുഭവിക്കുന്നത് വിജ്ഞാനമയനായ ആത്മാവാണ്. ഈ ജാഗ്രതയിൽ മാത്രമുള്ള നമ്മൾ അറിയുന്ന, ഞാനെന്ന് അറിയുന്ന ആ ഒരു അറിവെന്ന് പറയുന്നത് ചിതാഭാസനാണെന്ന് നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ അത് പഠിച്ചില്ല. അപ്പോൾ ഈ മൂന്നവസ്ഥ അറിയുന്ന ആളാണ് വിജ്ഞാനം, അനുഭവിക്കുന്ന ആളാണ്. ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ള അജ്ഞാനവൃത്തിയുണ്ടല്ലോ, ആ സാക്ഷി പ്രകാശിക്കുമ്പം സാക്ഷി എന്നൊരു സാക്ഷിയുണ്ടല്ലോ, സാക്ഷ്യത്തെയാണല്ലോ പ്രകാശിക്കുന്നത്. അറിവില്ലായ്മ, ആർക്കും അറിവില്ലായ്മ? വിജ്ഞാനമയനാണ്. വിജ്ഞാനമയനാണ് ഈ ജാഗ്രതത്തിനെ അറിയുന്നതും സ്വപ്നത്തെ അറിയുന്നതും അജ്ഞാനം ഉണ്ട് എന്നുള്ള ആ സാക്ഷിഭാസ്യമായിട്ടിരിക്കുന്നതും ഈ വിജ്ഞാനമയൻ തന്നെയാണ്. അപ്പോൾ ഈ വിജ്ഞാനമയനാണ് ഞാനാണിത്, ഞാൻ ഉറങ്ങുന്നു ഉണരുന്നു എന്നെല്ലാം വിചാരിക്കുന്ന എന്ന് ധരിച്ചിരിക്കുന്ന ആ വിജ്ഞാനമയനാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതെല്ലാം എന്നറിയേണ്ടത്. വിജ്ഞാനമയനിപ്പം വിചാരിക്കുന്നു ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ ഞാനാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ വിജ്ഞാനമയനാണ് യഥാർത്ഥ സ്വരൂപം. ഞാനെന്നുള്ളതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതാണ് സത്യം എന്ന് ഈ വിജ്ഞാനമയൻ അറിയുമ്പോഴാണ് വിജ്ഞാനമയൻ വെറും വിജ്ഞാനമയനായിരുന്നു, അല്ലാതെ വിജ്ഞാനമല്ല. അതെ, അത് വിജ്ഞാനമയനാണല്ലോ അറിയേണ്ടത്. വിജ്ഞാനമയനാണല്ലോ ഇത്ര ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിജ്ഞാനമയനായ ആത്മാവാണ്. വിജ്ഞാനമയനെന്ന് പറഞ്ഞാൽ എന്തോ അന്ധകരണ വിശിഷ്ട ചൈതന്യം. അന്ധകരണ വിശിഷ്ട ചൈതന്യത്തിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെയാണല്ലോ നമ്മൾ ജീവൻ വിജ്ഞാനമയനെന്നൊക്കെ പറയും. അത് വിജ്ഞാനമയനായത് അന്ധകരണ ആ വിശേഷ ജ്ഞാനം കൂടെ ഉള്ളതുകൊണ്ട്. ആ വിശേഷജ്ഞാനം സത്യമല്ല, അത് ഈശ്വരൻ്റെ വിഭൂതിയാണെന്ന് നമ്മളിവിടെ പഠിച്ചത്. അസ്യ മാഹാത്മ്യം, ആ ഭഗവാന്റെ മാഹാത്മ്യമാണ് ഇതെന്ന് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പം വിശേഷജ്ഞാനം ഈശ്വരൻ്റെ മഹിമയാണ്. നമ്മൾ ഈ രുദ്ര സൂക്തത്തിലൊക്കെ പറയുന്ന പോലെ കാണുമല്ല, ഈശ്വരൻ്റെ മഹിമയാണ്, സത്യമല്ല. അപ്പം സത്യം ആ വിജ്ഞാനം മാത്രമാണ് എന്ന് അറിയുക. അപ്പം കലകളെല്ലാം പഞ്ചദശ കലകളെന്ന് പറയുന്നത് ഈ പ്രളയകാലത്തെ കൽപ്പാന്തത്തിലെ എല്ലാം ഈ പ്രാണനിൽ പോയി ലയിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഉപാധികളൊക്കെ എവിടെ പോയി എന്ന് ഉള്ളവരെ ഈ ഇത് രണ്ടും രണ്ട് സത്തയാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്. ഒന്ന് അദ്വൈതത്തിൽ ദ്വൈതമുണ്ട്, ദ്വൈതത്തിൽ അദ്വൈതമുണ്ട്. അപ്പം അദ്വൈത ഭാവത്തിലേക്ക് അദ്വൈത ഭാവത്തിലെത്തിയ ആ ജീവഭാവം പോയല്ലോ, വിജ്ഞാനമയൻ എന്നുള്ള അവസ്ഥ പോയി. വിജ്ഞാനമയശ്ച ആത്മ, വിജ്ഞാനമയൻ പരേ അവ്യയെ ഏകീഭവന്തി. അവ്യയത്തിൽ അതിന് ഉദാഹരണം പറഞ്ഞു, എങ്ങനെയാണോ ഘടാകാശം പൊട്ടി മഹാകാശമാകുന്നു, അതുപോലെ ഈ ജീവൻ ആ പരബ്രഹ്മമായിട്ട് മാറുന്നു, അല്ലെ അവ്യയമായ പരബ്രഹ്മത്തിൽ വിലയിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആകാശമെങ്ങും വിലയിച്ചില്ല. ഘടമുള്ളപ്പോഴും ഘടമില്ലാത്തപ്പോഴും എല്ലാം ആകാശം അതേപോലെ തന്നെയുണ്ട്. നമ്മളാണ് അവിടെ ഒരു അതിർത്തി കൽപ്പിച്ചത്. അതേപോലെ ജീവൻ അന്ധകരണം എന്നൊരു അതിർത്തി ഉള്ളത് കൊണ്ടാണ് ഇപ്പം ജീവനായിട്ടിരിക്കുന്നത്. ആ വിജ്ഞാനമയനായ ജീവനെ പിടിച്ചവിടെ നിർത്തുന്നത് കർമ്മങ്ങളല്ലേ. അപ്പം എപ്പോഴാണോ ഒരാൾക്ക് ഈ ജ്ഞാനം ഉണ്ടായത് അപ്പം അയാളുടെ കാരണ ശരീരം നശിക്കും. എപ്പോഴാണോ പ്രാരബ്ധമെല്ലാം അവസാനിക്കുന്നത് അപ്പം ഈ സ്ഥൂല ശരീരം നശിക്കും. പിന്നുള്ളത് സൂക്ഷ്മ ശരീരമാണല്ലോ. സൂക്ഷ്മ ശരീരം അത് എവിടുന്ന് വന്നോ അവിടേക്ക് പോകും എന്നാണ് ഇവിടെ പറഞ്ഞത്. പഞ്ചദശ കലാഹ പ്രതിഷ്ഠാൻ ഗതാഹ. പഞ്ചദശ കലകൾ, ആ കലകളെല്ലാം അതെവിടുന്ന് വന്നോ അവിടേക്ക് പോകുന്നുണ്ട്. ദേവന്മാരെന്ന് പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യം, അത് എവിടെ നിന്നാണ്? കണ്ണ് എന്ന് പറഞ്ഞാൽ സൂര്യനെ കൊണ്ടാണ്. സൂര്യനിൽ നിന്നാണ് ഐതിരേകോഷത്തിലാണ് നമ്മൾ വിളിച്ചത്. ഈ ആദ്യം സമഷ്ടി, ആ സമഷ്ടിയിൽ നിന്ന് ഒരു വ്യക്തി ശരീരം ഉണ്ടായി. വ്യക്തി ശരീരത്തിൽ സൂര്യൻ കണ്ണായിട്ട് പ്രവേശിച്ചു. ദിക്കുകൾ ചെവിയായി, കണ്ണായിട്ടല്ല, ആ നേത്രേന്ദ്രിയമായിട്ട്. അതേപോലെ ദിക്കുകൾ ശ്രോത്രേന്ദ്രിയമായിട്ട് പ്രവേശിച്ചു. ഇങ്ങനെ ഓരോ ദേവന്മാരും അതാതിൻ്റെ ചൈതന്യം എപ്പോഴാണോ ഈ
അവസാനം വരുന്നത് ഈ ജ്ഞാനം സംഭവിച്ച അയാളുടെ ഈ സൂക്ഷ്മ ശരീരം, ഈ കർമ്മങ്ങൾ, ഈ പ്രാരബ്ധ കർമ്മങ്ങളും അവസാനിക്കുന്നത്. അപ്പോൾ അയാളുടെ ഓരോന്നും അതാത് ദേവതകളിലേക്ക് തന്നെ വിധിച്ചു പോകും. ഇപ്പോൾ 15 കലകൾ പോകുന്നെന്നാണ് നമ്മൾ പറയുന്നത്. പ്രാണനും ലയിക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രാണനിൽ ലയിച്ചിരിക്കണമെങ്കിൽ അത് ഈ കൽപ്പാന്തത്തിലേ സംഭവിക്കുകയുള്ളല്ലോ. മഹാപ്രളയത്തിലാണ് എല്ലാം മതി. ഇപ്പോൾ ഈ നോക്കി നിൽക്കുന്ന ദ്വൈത അനുഭവമുള്ള ഒരാളിനോടാണ് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഉപാധികളൊക്കെ ഇവിടെ പോയി. ഉപാധികളൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പോയി. സ്ഥൂല ശരീരം അതിൻ്റേതായ അംശങ്ങൾ ചേർന്ന്, സൂക്ഷ്മ ശരീരം അതിൻ്റെ ദേവതകളിൽ പോയി ലയിച്ചു. ഇങ്ങനെ എല്ലാ ഉപാധികളും ഇല്ലാതായി ഒടുവിൽ ആ ജീവനെ സംബന്ധിച്ചോളം, ഈ മുക്തനായ ജീവനെ സംബന്ധിച്ചോളം എന്താ ഒന്നുമില്ല, ആകാശം പോലെ ഇല്ലേ ഉള്ളൂ. ജ്ഞാനം മാത്രമാണ്. ഈ നോക്കി നിൽക്കുന്നവരാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അല്ലെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കണമല്ലോ. ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ ജീവൻ അതേസമയം നമ്മൾ ഇതിലേ പഠിച്ചു, ഒരു പക്ഷി പറന്നു പോയാലേ പക്ഷിയുടെ കാൽപാദങ്ങൾ വല്ലതും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, പാദങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ മത്സ്യം വെള്ളത്തിൽ കൂടെ പോകുന്നു, അതിൻ്റെ ഒരു അടയാളം അവിടെ ശേഷിക്കില്ല. അതുപോലെ ഈ ജീവൻ അതിൻ്റെ ഒരടയാളവും അവശേഷിപ്പിക്കാതെ അത് ആ ബ്രഹ്മത്തോടെ ഏകീഭവിക്കുന്നു. അപ്പം ബ്രഹ്മത്തോടെ ഏകീഭവിക്കുന്നു എന്ന് പറയുമ്പം ആ ബ്രഹ്മ മാത്രമല്ലേ ജ്ഞാനം മാത്രമായി തീരുന്ന ഒരാളിനെ ഈ ബാക്കിക്ക് എന്ത് പറ്റിയെന്ന് എങ്ങനെ അറിയുന്നു? ബാക്കി ഇല്ലല്ലോ. ബാക്കി ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടല്ലേ ഈ ഏകത്വത്തിൽ ചെല്ലുന്നത്. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പിന്നെ ഇത് പറയുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഒന്നുമില്ല, ഒരടയാളവും അവശേഷിപ്പിക്കാതെ പരബ്രഹ്മമായിട്ട് തന്നെ തീരുന്നു. അപ്പം അതിന് പ്രാരബ്ധകർമ്മങ്ങളും കൂടെ നശിക്കണം. ജ്ഞാനം ഉണ്ടായാലും പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. എപ്പോഴാണോ ജ്ഞാനം ഉണ്ടാകുന്നത് അതുവരെ പ്രാരബ്ധമായിട്ട് തീർന്നിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിച്ചു തീരും. പിന്നുള്ളത് ആഗാമി കർമ്മങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ആഗാമി കർമ്മം ഇവരെക്കുറിച്ച് നല്ലത് പറയുന്നവർക്ക് അവരുടെ പുണ്യകർമ്മത്തിൻ്റെ ഫലവും, പാപം ചീത്ത പറയുന്ന ആളുകൾക്ക് അവരുടെ പാപത്തിൻ്റെ ഫലവും കിട്ടുമെന്നൊക്കെ ശാസ്ത്രത്തിലുണ്ട്. അങ്ങനെ വിജ്ഞാനമയനായ ആത്മാവ് മയത്വമെല്ലാം വിട്ട് വിജ്ഞാനമായിട്ട് തീർന്നു. അതാണ് ഇതിൻ്റെ കൂടുതലത്തെ യഥാ കലാ പഞ്ചദശ പ്രതിഷ്ഠ ദേവാശ്ച സർവേ പ്രതിദേവതാസു വിജ്ഞാനമയശ്ച ആത്മാ പരേ സർവൈകീ ഭവന്തി. അതിനൊരു ഉദാഹരണം പറഞ്ഞു. യഥാ നദ്യസ്യന്തമാനാ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തം പരാത്പരം പുരുഷമുപൈതി ദിവ്യം. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. യഥാ നദ്യ സ്യന്തമാന സമുദ്രേ, യഥാ സ്യന്തമാന നദ്യഃ, ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി, എല്ലാ നദികളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്യന്തമാനങ്ങളായ നദികൾ സമുദ്രേ അസ്തം ഗച്ഛന്തി. അതിങ്ങനെ എവിടെ ഉള്ള വെള്ളമാണെങ്കിലും എതിലെ പോയാലും അത് ഒടുവിൽ ആ സമുദ്രത്തിൽ വന്ന് വിലയിക്കും. അങ്ങനെ സമുദ്രത്തിൽ വിലയിക്കുന്ന, സമുദ്രത്തിൽ അസ്തം ഗച്ഛന്തി, സമുദ്രത്തിൽ അസ്തമിക്കുന്നു. എങ്ങനെയാണ് അസ്തമിക്കുന്നത്? നാമരൂപേ വിഹായ, അതിൻ്റെ നാമവും പിന്നെ അതിന് നാമവുമില്ല, രൂപമില്ല, ഈ വെള്ളത്തോടങ്ങ് ചേരുന്നു. ഇപ്പോൾ ഏത് നദിയായാലും, പമ്പയാറാണെങ്കിലും ഗംഗയാറാണെങ്കിലും പെരിയാറാണെങ്കിലും ഏതാറും ഈ സമുദ്രത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഗംഗയിലെ വെള്ളമാണ് എന്നൊന്നും പറഞ്ഞ് നീങ്ങി നിൽക്കുന്നില്ല. എല്ലാം ഒരുമിച്ച് ചേർന്ന് അത് ഏകീഭവന്തി, സമുദ്രത്തിലെ ജലമായി മാറും. സമുദ്രജലമേ ഉള്ളൂ, പിന്നെ ഓരോ ആറിലെ ജലമില്ല.
അപ്പോൾ സമുദ്രജലം മാത്രമേ ഉള്ളൂ. അങ്ങനെ സമുദ്രജലമായി മാറുന്നു. അവിടെ നാമരൂപേ വിഹായ. ഇപ്പോൾ ഓരോ നാമം ഈ ഒഴുകി വരുമ്പോൾ ഓരോ പേരുണ്ടല്ലോ, അതിനൊരു രൂപമുണ്ട്. ഇതിന് ഇത്ര രൂപം, കാരണം ഇത്രയും വലിപ്പമുണ്ട്. ഇപ്പോൾ തീരെ വെള്ളമില്ല. ഇത്രയും ഇയാൾ നമ്മുടെ സജിത്ത് ഗംഗോത്രിയിലുണ്ട്, വെള്ളം ഇല്ല, ഇത്രയും ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. അങ്ങനെ ആ എത്ര വലിപ്പമുള്ളതായാലും എത്ര ആഴമുള്ളതാണേലും എത്ര ജലം ഒഴുക്കിക്കൊണ്ടുവരുന്നതാണേലും അത് ആ സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിന് നാമവും ഇല്ല, രൂപവും ഇല്ല. ഇത് ഇന്ന ആരിൻ്റെ വെള്ളമാണ്. ഇപ്പോൾ യമുനയിലെ വെള്ളം നീലയാണ്, ഗംഗയിലെ വെള്ളം തെളിഞ്ഞ വെള്ളമാണ്, മഴക്കാലത്തല്ല അല്ലാത്ത. അതെല്ലാം ചെന്ന് കഴിഞ്ഞാലോ, സമുദ്രത്തിൽ വീണ് കഴിഞ്ഞാലോ ഇത് ഇന്ന ഗുണമുള്ള, ഇന്ന രൂപമുള്ളതാണ്, ഇന്ന പേരുള്ളതാണ് എന്നൊന്നുമില്ല. എല്ലാം സമുദ്രജലം മാത്രം. അതേപോലെ ഈ വിജ്ഞാനം, ആ കേവല വിജ്ഞാനമയത്വം മാറി വിജ്ഞാനമായി തീരുമ്പം വാസ്തവത്തിൽ ഈ ഘടാകാശം മഹാകാശമാകുന്ന പോലെ ഒന്നും മാറാനുമില്ല. അറിഞ്ഞാൽ മതി, അറിവാണ് അവിടെ, ഇതാണെന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാമരൂപവും ഇല്ല, ഒന്നുമില്ലാതെ ആ യഥാനദ്യ സ്യന്തമാനാ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ. ഈ വിദ്വാന്, ജ്ഞാനിക്ക്, ഇത് അപരോക്ഷമായി അറിഞ്ഞ ഒരാളിന് അപരോക്ഷമായിട്ട് അറിയണം. അതായത് വെറുതെ ഇപ്പോൾ അപരോക്ഷമായി അറിയുമോയെന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. അതിന് ആ ഒരു ശ്രുതി പറഞ്ഞിരിക്കുന്ന അധികാരിതയുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞ ഒരാളിന് നാമരൂപാത് വിമുക്ത, അവർ തൻ്റെ നാമത്തെയും രൂപത്തെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അതിൽ നിന്ന് വിമുക്തമായിട്ട് പരാതം നമ്മൾ പറഞ്ഞു, അക്ഷരപുരുഷനാണ് പരമപുരുഷൻ. അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞു. അക്ഷരാൽ പരതപ്പരഹ എന്നല്ല. അപ്പോൾ അക്ഷരനേക്കാളും, അക്ഷരൻ എന്ന് പറയുന്നത് ക്ഷരങ്ങളെ വെച്ചുകൊണ്ടാണ് അക്ഷരൻ പറയുന്നത്. അതൊരു താരതമ്യമാണ്, രണ്ടിനെ അപേക്ഷിച്ചാണ്. അപ്പം ഒന്നിനെയും അപേക്ഷിക്കാതെ ഏകവും പൂർണ്ണമായി നിൽക്കുന്ന ആ പരമജ്യോതിസിൽ പരാൽപരം പുരുഷൻ ഉപൈതി ദിവ്യം. ആ ദിവ്യം, മറ്റേ ദിവ്യോ അമൂർത്ത പുരുഷ എന്നാണല്ലോ അവിടെ തുടങ്ങിയ ആ മന്ത്രം. അപ്പോൾ ആ ദിവ്യനായ അക്ഷരനേക്കാളും ശ്രേഷ്ഠനായിരിക്കുന്ന ആ പരമസത്യത്തെ പ്രാപിക്കുന്നു. പരാൽപരം പുരുഷൻ ഉപൈതി ദിവ്യം. അപ്പോൾ ആ ജീവന് പിന്നൊന്നുമില്ല. ജീവൻ ആ പരാൽപരം അതുമായിട്ട് തീർന്നു. ഇവിടെ നിൽക്കുന്നവർക്കാണ് ഇവരെ ഈ ദ്വൈതം ഒക്കെ സംഭവിക്കുന്ന ഇവിടെ നിൽക്കുന്ന ആളുകൾക്കാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ്. ഞാൻ സമാധി പ്രാപിച്ച ഒരു ജീവനെ സംബന്ധിച്ചോളം അതായിട്ട് തീർന്നു. തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം. യഥാ നദ്യഃ ഗംഗാദ്യാഃ സ്യന്തമാനാഃ ഗച്ഛന്ത്യഃ, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. സമുദ്രം പ്രാപ്യ അസ്തം അദർശനം അവിശേഷാത്മഭാവം ഗച്ഛന്തി പ്രാപ്നുവന്തി. അവിശേഷമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ സമുദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു വിശേഷമല്ല, സമുദ്രജല മാത്രം. നാമച രൂപം ച നാമരൂപേ, അത് ദ്വിവചനമാണ്. നാമരൂപേ വിഹായ ഹിത്വ തഥാ അവിദ്യാകൃത നാമരൂപാത് വിമുക്തഃ സൻ വിദ്വാൻ പരാത് അക്ഷരാത് പൂർവോക്താത് പരം ദിവ്യം പുരുഷം യഥോക്തലക്ഷണം ഉപഗച്ഛന്തി. അക്ഷരാത് നേരത്തെ പറഞ്ഞ സർവപ്രപഞ്ചത്തിന്, ഈ വ്യവഹാരത്തിന് മുഴുവൻ കാരണം ഈ അക്ഷരപുരുഷന്. സകലതും ഉണ്ടായിരിക്കുന്നത് ഈ അക്ഷരപുരുഷൻ്റെയാണ്. നമ്മൾ നേരത്തെ ആദ്യത്തെ ഈ മുണ്ടകത്തിലൊക്കെ പഠിച്ചു. സർവസ്വവും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അക്ഷരപുരുഷനാണ്. അക്ഷരപുരുഷന് തനിയെ ഒന്നും സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. ഈ ബ്രഹ്മ
സാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിൽ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ഈ സൃഷ്ടിക്കെല്ലാം അക്ഷരപുരുഷനാണ്. ഈ സൃഷ്ടി ചെയ്യാൻ യാതൊരു സാന്നിധ്യമാണോ വേണ്ടത്, ആ സാന്നിധ്യം അത് വാസ്തവത്തിൽ ഇപ്പോൾ സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഈ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ സൂര്യൻ അതിലൊന്നും ഒരു കർത്തൃത്വമില്ല. അതേപോലെ ഈ ആത്മാവിന് അല്ലെങ്കിൽ വിജ്ഞാനത്തിന് ഈ അക്ഷരൻ്റെ പ്രവൃത്തിയിലൊന്നും യാതൊരു ബന്ധവുമില്ല. അത് ഏകവും പൂർണ്ണമായി തന്നെ അങ്ങനെ സർവഭാസകമായിട്ട് സർവപ്രപഞ്ചത്തെയും ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് വെളിവാക്കിക്കൊണ്ടങ്ങനെ എപ്പോഴും ജ്യോതിസ്വരൂപമായി തന്നെ നിലനിൽക്കുന്നു. പരാദക്ഷരാത് പൂർവോക്താത് പരം ദിവ്യം പരം യഥോക്തലക്ഷ്മി ഉപൈതി കലക്ഷ്മി. സകല പ്രപഞ്ചത്തെയും ഈ ജീവേശ്വര ജഗത്ഭാവത്തെയും സൃഷ്ടിച്ച് അതിനെല്ലാം ഇങ്ങനെ നിലനിർത്തുന്ന അക്ഷരപുരുഷൻ, ആ അക്ഷരപുരുഷനെ വെളിവാക്കുന്നത് യാതൊരു ചൈതന്യമാണ്. അത് ഈ അക്ഷരപുരുഷനേക്കാളും ശ്രേഷ്ഠമാണ്. ആ പുരുഷനെ പ്രാപിക്കുന്നു. അക്ഷരപുരുഷനെ അല്ല പ്രാപിക്കുന്നു. ജ്ഞാനമായി തീരുകയില്ല. ഈ നമ്മുടെ അന്ധകരണത്തിലുള്ള ആ ചൈതന്യവും പ്രതിബിംബവും ചേർന്നാണല്ലോ അധിഷ്ഠാനവും ഈ ആരോപവും കൂടെ ചേർന്നാണല്ലോ ജീവൻ എന്ന് പറയുന്നത്. അന്ധകരണ വിശിഷ്ട ചൈതന്യം എന്ന് പറയുമ്പോൾ ചൈതന്യമാണ്, അതിനൊരു വിശേഷണം കൂടുണ്ട്. അന്ധകരണത്തിലെ ആ ചൈതന്യം, ആ ചൈതന്യം അന്ധകരണത്തിലെ ഓരോന്നായി കഴിയുമ്പോഴേ അതിൻ്റെ ദേവതയെ പ്രാപിച്ചു കഴിയുമ്പം അന്ധകരണമില്ല. അന്ധകരണം നിലനിർത്തുന്ന വാസ്തവത്തിൽ കർമ്മങ്ങളാണ്. പ്രാരബ്ധകർമ്മം തീരുമ്പോൾ അത് തീരും. അപ്പോൾ ഈ ജീവൻ ആ ചൈതന്യം ഘടാകാശം മഹാകാശമായിട്ട് ആകുന്ന പോലെ ഈ ജീവൻ ഇവിടെ തന്നെ, അത് എങ്ങോട്ടും പോകാനുമില്ല വരാനുമില്ല. അത് കേവല ബോധ സ്വരൂപമായിട്ട് തന്നെ തീരുന്നു. ഇപ്പോൾ ഒരു വ്യത്യാസവുമില്ല. യഥാ നദ്യസ്യന്തമാനാ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി നാസ്യ ബ്രഹ്മവിത്കുലേ ഭവതി തരതി ശോകം തരതി വാത്മാനം ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്തോ അമൃതോ ഭവതി. സയഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ന അസ്യ അബ്രഹ്മവിത് കുലേ ഭവതി തരതി ശോകം തരതി വാപ്മാനം ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്തോ അമൃതോ ഭവതി. ആരാണ് അവൻ? ആരാണ്? യഹ വൈതൽ പരമം ബ്രഹ്മവേദ. ആരാണോ ആ പരബ്രഹ്മത്തെ അറിയുന്നത്, ആ സകല ദൃശ്യ സംബന്ധമേ ഇല്ലാത്ത ആ കേവല ജ്ഞാനസ്വരൂപമായ ആ ബ്രഹ്മസ്വരൂപത്തെ അറിയുന്നത് യാതൊരുവനാണോ സ ബ്രഹ്മ ഏവ ഭവതി. ബ്രഹ്മമായി തന്നെ തീരുന്നു. ബ്രഹ്മൈവ ഭവതി. ആരാണോ ബ്രഹ്മത്തെ അറിയുന്നത് അവർ ബ്രഹ്മമായിട്ട് തന്നെ തീരുന്നു. നാസ്യ അബ്രഹ്മവിത് കുലേ ഭവതി. അസ്യ കുലേ അബ്രഹ്മവിത് ന ഭവതി. അവരുടെ കുലത്തിൽ അബ്രഹ്മവിത്ത് ഉണ്ടാകുന്നില്ല. തരതി ശോകം. അവർ സകല ശോകത്തെയും തരണം ചെയ്യുന്നു. തരതി വാപ്മാനം. പാപത്തെയും തരണം ചെയ്യുന്നു. ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്ത ഭവതി. ഗുഹാഗ്രന്ഥിഭ്യ. അന്ധകരണത്തിന് അനേക ഗ്രന്ഥികളുണ്ട്. ഈ ഓരോ കെട്ടുകൾ. അപ്പം ആദ്യത്തെ കെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ബാക്കിയായിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്. എൻ്റെ ഇത് എന്നൊക്കെ എല്ലാം വരുന്നത് ആ ഞാൻ ശരീരമാണെന്നുള്ള ബുദ്ധി കൂടാണ്. ഞാൻ ശരീരമാണെന്നും ഈ ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഇരിപ്പിടം വേണം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടെയുള്ള ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കാതെ ഒരു വ്യവഹാരവും നടക്കത്തില്ല. ഇങ്ങനെ വ്യവഹാരം നടക്കും. അപ്പം അങ്ങനെയുള്ള കെട്ടുകളല്ല. അപ്പോൾ ഓരോന്നിനോട് നമുക്ക് കെട്ട് വീഴുന്നുണ്ട്.
അതാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ആ കെട്ടുകളെല്ലാം ഇല്ലാതായി തീരും. ഗ്രന്ഥികളെല്ലാം ഇല്ലാതായി തീരും. ഗുഹാഗ്രന്ഥിഭ്യോ വിമുക്ത, എല്ലാത്തിലും വിമുക്തനായിട്ട് സകല സകല അന്ധകരണത്തിനുള്ള ഗ്രന്ഥികൾ ഉള്ള കെട്ടുകൾ ഉള്ള ബന്ധനങ്ങൾ നമ്മുടെ സകല ബന്ധനങ്ങളും ഇല്ലാതായി അമൃതനായി ഭവിക്കുന്നു. ബന്ധനങ്ങളോടൊപ്പമാണ് മൃതനായിരിക്കുന്നത്. ബന്ധനങ്ങളില്ലാതാകുമ്പോൾ അമൃതനായി ഭവിക്കുന്നു. സയഹ കശ്ചിത് ഹ വൈ ലോകേ തത് പരമം ബ്രഹ്മവേദ സാക്ഷാത് അഹമേവ അസ്മീതി സ നാന്യാം ഗതിം ഗച്ഛതി. സാക്ഷാത് അഹമേവാസ്മി, അതാണത് ബ്രഹ്മവേദ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം സാക്ഷാത് അഹമേവ അസ്മി. അതായത് നമ്മുടെ സകല ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും വെളിവാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. ജാഗ്രതത്തിൽ ഒരു അനുഭവം, സ്വപ്നത്തിലൊരനുഭവം, സുഷുപ്തിയിൽ ഒന്നും അറിയുന്നില്ല. അപ്പോൾ അവിടെ ഈശ്വരനാണെന്നാണ് ആ ഭാവം. അപ്പോൾ ആ ഭാവത്തിലെല്ലാം പ്രാണനിലിരിക്കും. അത് ഈശ്വരനാണ്. ആ ഈശ്വരനെയും ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ള ആ ദൃശ്യത്തെയും വെളിവാക്കിക്കൊണ്ട് ഇരിക്കുന്ന ആ ചൈതന്യം യാതൊന്നാണോ അത് ഞാനാകുന്നു. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മളിപ്പം ഞാനെന്ന് അറിയുന്നുണ്ട്. നമ്മൾ ഈ അറിയുന്ന ഞാനാണെന്നാണ് വിചാരിക്കുന്നത്. അത് ശരിയല്ല. ഈ ഞാൻ, നമ്മളെ അനേക അവസ്ഥകളെയും ഞാൻ അറിയുന്നു എന്നറിയുന്നത്, ആ അറിവിൻ്റെ ലക്ഷ്യം ഈ ചൈതന്യമാണ് എന്ന് അപരോക്ഷമായിട്ടറിയും. അങ്ങനെ അറിയുന്ന ഒരാളിന് ദേവൈരവി തസ്യ സാക്ഷാദഹം ഏവ അസ്മീതി സ നാന്യാം ഗതി ഗച്ഛതി. അവർക്ക് വേറൊരു ഗതിയില്ല. കാരണം വേറൊന്നുമില്ലല്ലോ. അന്ധകരണത്തിൽ ഇതെല്ലാം മിഥ്യയാണെന്ന് അറിഞ്ഞതിനെല്ലാം ഉപേക്ഷിച്ച് ആ ബ്രഹ്മഭാവത്തിലെത്തിയ ഒരാളിന് വേറെ ഗതിയില്ല. വേറൊന്നും വേണ്ട. അവർക്ക് വേറൊന്നും, എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ടാണല്ലോ ആ ഭാവത്തിലെത്തുന്നത്. ദേവൈരവി തസ്യ ബ്രഹ്മപ്രാപ്തിം പ്രതി വിഘ്നോ ന ശക്യതേ കർത്തും. ആ ബ്രഹ്മപ്രാപ്തിക്ക് ആർക്കും തടസ്സം ചെയ്യാൻ പറ്റത്തില്ല. ആത്മാ യേഷാം സ ഭവതി തസ്മാത് ബ്രഹ്മവിദ്വാൻ ബ്രഹ്മൈവ ഭവതി. അപ്പം അവരുടെ ആത്മാവാണ്, എല്ലാവരുടെയും ആത്മാവാണ്. ഈ ദേവന്മാരുടെയും ആത്മാവ് ഇത് തന്നെയാണ്. അപ്പം ആത്മാവ് ഇത് തന്നെ ആയതുകൊണ്ട് ആർക്കും ഒരു വിഘ്നവും വരുത്താൻ സാധ്യമല്ല. തസ്മാത് ബ്രഹ്മ വിദ്വാൻ ബ്രഹ്മയേവ ഭവതി. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു. കിഞ്ച അസ്യ വിദുഷഃ അബ്രഹ്മവിത്കുലേ ഭവതി. ആ വിദ്വാൻ്റെ കുലത്തിലും അബ്രഹ്മവിത്തുണ്ടാകുന്നില്ല. കിഞ്ച തരതി ശോകം അനേകേഷ്ട വൈകല്യനിമിത്തം മാനസം സന്താപം ജീവൻ ഏവ അതിക്രാന്തോ ഭവതി. അനേക ദുഃഖങ്ങളുണ്ട് നമുക്ക്, അനേക ദുഃഖങ്ങൾ, അതിനെല്ലാം അതിക്രമിക്കുന്നു, അതെല്ലാം ഇല്ലാതാകും. ദുഃഖം, ഒരു വ്യവഹാരത്തിൽ ദുഃഖമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജ്ഞാനിയായാലും അജ്ഞാനിയായാലും സംഭവിക്കും. പക്ഷേ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള, അതിന് സാമൂഹ്യ ഉദാഹരണം പറയാറില്ല. ഒരാൾ ഒരു പണ്ടത്തെ വീടുകളൊക്കെ വളരെ താണമായിരുന്നു. ഇത്തരം ഇതിലോട്ട് മുട്ടി കാല നല്ലപോലെ മുറിഞ്ഞു. നല്ല വേദനയായിരുന്നു. നല്ലപോലെ നല്ലൊരു മുറിവുമായിരുന്നു. ഇത്തിരി ചോരയൊക്കെ പോയി നല്ല മുറിവുമായിരുന്നു. അപ്പം നല്ലപോലെ വേദനിച്ചു. അപ്പം അതൊരനുഭവം. വേറൊരു അനുഭവം, ഇങ്ങോട്ട് തൻ്റെ മകനൊരു അടി കൊടുത്തു തലയ്ക്ക്. മുറിഞ്ഞൊന്നുമില്ല, ചെറിയൊരു അടിയായിരുന്നു. പക്ഷേ ഏതിനായിരിക്കും വേദന? ഓരോന്നിനെയും എടുക്കുന്നതനുസരിച്ചാണ് നമ്മളെങ്ങനെ നമുക്ക് അനുഭവം, അതിൻ്റെ ഒരു അനുഭവം കൊണ്ടുണ്ടാകുന്ന ആ ഒരു മാനസിക അതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചോളം ഒരു ദുഃഖം, ശ്രീരാമ നളരാമ യുധിഷ്ഠിരാഹ, ഇവർക്കൊക്കെ അനേകം ദുഃഖങ്ങളുണ്ടായി. പക്ഷേ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും താൻ സാക്ഷിയാണെന്നുള്ള ശീതളിമ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ജ്ഞാനിയെ സംബന്ധിച്ചോളം വ്യവഹരിക്കുക എന്ന് പറയുന്നതിന് ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ. അപ്പം ഈ സുഖദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ സാക്ഷിയാണെന്ന് ഒരു ജ്ഞാനിക്ക് ബോധം ഉണ്ടായിരിക്കും.
അത് ഈ ജ്ഞാനിയുടെ ബോധം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിത്തിന് ഒരു അബോധം ഉണ്ടായിരിക്കും, പൂർണ്ണമായിട്ട് അബോധം ഉണ്ടായിരിക്കും. പക്ഷേ വ്യവഹരിക്കുമ്പോൾ ആ വ്യാവഹാരികമായ ദുഃഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചിന്തിക്കുമ്പോൾ ഇതല്ല സത്യമെന്ന് മനസ്സിലാവുകയും ചെയ്യും. കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും ബ്രഹ്മവിദ്വാരനാകും. കുറച്ചുകൂടെ അവരുടെ വിഷമങ്ങൾ ഈ വ്യവഹാരം കുറഞ്ഞിരിക്കും. ബ്രഹ്മവിദ്വാരീയനാകുമ്പോൾ പിന്നെ വ്യവഹാരമേ ഇല്ല. വളരെ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ആഹാരം കൊടുക്കുക, അങ്ങനെയൊക്കെ അന്യരെ ചെയ്യിക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. വേറെ സ്വന്തമായിട്ട് മനസ്സിനോട്ടും പോകുന്നു. ബ്രഹ്മവിദ്വരിഷ്ഠനായ പിന്നെ അവർക്ക് തുര്യക എന്നുള്ളതിൽ പ്രവേശിച്ചു. തുര്യക എന്ന് പറഞ്ഞാൽ തുര്യ ആ അവസ്ഥയിലേക്ക് അങ്ങ് പോയി മനസ്സ്. പിന്നെ അവർ തിരിച്ചു വരുന്നില്ല. ആ മനസ്സ് പിന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ ദുഃഖ സുഖ താരതമ്യം ഇതനുസരിച്ചിരിക്കും, അവരുടെ പ്രാരബ്ധമനുസരിച്ചിരിക്കും. അതുകൊണ്ട് ജ്ഞാനിക്ക് ദുഃഖം ഉണ്ടാകത്തില്ല. ദുഃഖം ഉണ്ടാകും, ഒരടിയടിച്ച് ആർക്കും നോക്കും. ഇങ്ങനെ പറഞ്ഞല്ല, ഒരു ജ്ഞാനി ഒരു അജ്ഞാനി ഇരിക്കുക, ഒരു പശു ഇങ്ങനെ തലയൊക്കെ തിരിക്കുന്നു, നമുക്ക് ഓടി രണ്ടുപേരും എഴുന്നേറ്റ് കൊടുക്കും. അല്ലാതെ പിന്നെ എന്താ ആന വന്നപ്പം എഴുന്നേറ്റ് പോകാൻ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വ്യവഹാരം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യം. ആ വ്യവഹാരത്തെ എങ്ങനെ കാണുന്നു എന്നാണ്, നമ്മളതിനെ എങ്ങനെ ആണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം. ഒരു അജ്ഞാനി വിചാരിക്കും ഇതെല്ലാം സത്യമാണ്, എൻ്റെ സുഖമാണ്, എൻ്റെ ദുഃഖമാണ്, എൻ്റെ ഉയർച്ചയാണ് എന്നിങ്ങനെ അജ്ഞാനി വിചാരിക്കും. ജ്ഞാനിയെ സംബന്ധിച്ചോളം തൻ ചെയ്ത പണ്ടത്തെ കർമ്മത്തിൻ്റെ ഫലം സുഖമായിട്ടും ദുഃഖമായിട്ടും ഞാൻ അനുഭവിക്കുന്നു എന്ന് സാക്ഷിഭാവത്തിൽ അറിയാൻ പറ്റും. അതേതാനും ബ്രഹ്മവിദ്യാ സമ്പ്രദാന വിദ്യുപ പ്രദർശനേന ഉപസംഹാരക്രിയത ഉപസംഹരിക്കുകയാണ്. തതേത് ഇതാഭ്യുക്തം, ഇക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ മന്ത്രത്തിൽ തന്നെ ഉള്ളതാണ്, തന്നെയുള്ള ക്രിയാവന്ത ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠ സ്വയം ദുഃഖത ഏകർഷിം ശ്രദ്ധയന്തഃ തേഷാമേവൈഷാം ബ്രഹ്മവിദ്യാം വദേത ശിരോവ്രതം വിധിവദ്യേസ്തു തീർണം. ക്രിയാവന്തഃ ശ്രോത്രിയാഃ ബ്രഹ്മനിഷ്ഠാഃ സ്വയം ജുഹ്വതേ ഏകർഷിം ശ്രദ്ധയന്തഃ തേഷാം ഏവ ഏഷാം ബ്രഹ്മവിദ്യാം വദേത ശിരോവ്രതം വിധിവത് ഏഹി തു ചീർണം. ക്രിയാവന്തഃ, ക്രിയാവാനായിരിക്കണം. ക്രിയ എന്തോ ആയിരിക്കണം? ഈ ഇവരുടെ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു. ക്രിയാവന്തം എന്താണ്? ആത്മരതി ക്രിയാവാൻ, ആത്മക്രിയയുടെ ആത്മരതി ക്രിയാവാൻ, അതാണ് ക്രിയ. ഒരു ജ്ഞാനിയുടെ ക്രിയ എന്ന് പറയുന്നത് ആത്മരതി, ആത്മക്രീഡ. അതായത് വെളിയിൽ നിന്ന് ക്രീഡ എന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത് കളിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, ഇങ്ങനെ ഒരു വെളിയിലുള്ളവരുടെ സഹായത്തോടാണ് നമ്മൾ ക്രീഡ. ഇവിടെ ഇതാണ് ആത്മാവാണ് അവർക്ക് രതിക്കുള്ള സാധനം. ആത്മാവിൽ രമിക്കുക. രതി ക്രിയാവാൻ, അതാണ് ക്രിയ. ഈ ജ്ഞാനിയുടെ ക്രിയ എന്ന് പറയുന്നത് ആത്മരതി, ആത്മക്രീഡ. ശ്രോത്രിയാഹ, ശ്രോത്രിയനായിരിക്കണം. അതായത് പരമ്പരയെ പഠിച്ചിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞിരിക്കും. നമുക്കൊരു ഏതാണ് ശരി അല്ല, നമ്മൾ ഒരു കാലത്ത് ഇത് ശരിയാണോ അത് ശരിയാണോ അങ്ങനെ ആയില്ല, ഇതിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വെക്കും. ജ്ഞാനിയാണല്ലേ ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞു, അവരിത് ആഹാരം കഴിക്കുന്നു, സർവ്വവ്യവഹാരങ്ങളും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് സംശയമാണ്, നമുക്ക് 1000 സംശയങ്ങളാണ് വരുന്നത്. ഒരു തന്നെയല്ല, ഇപ്പോൾ ഒരിടത്ത് നമ്മൾ പഠിച്ചു, ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം. ഇപ്പം നമ്മൾ ആശ്രമത്തിൽ നിന്ന് പഠിച്ചെങ്കിൽ ആ രീതിയിൽ തന്നെ തുടർന്ന് പഠിക്കണം. ഇപ്പം ഇന്നാര് തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ആ രീതിയായിരിക്കണം. അപ്പോൾ അവിടെ പഠിച്ച അതിൻ്റെ ബാക്കിയായിട്ട് പഠിക്കും. അല്ലെങ്കിൽ എന്താ, അതും ഇതും കൂടെ രണ്ടും പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ നമ്മൾ ആ വഴിയെ വന്നാലും ഇവിടെ എത്തും, ഈ വഴിയെ വന്നാലും ഇവിടെ എത്തും. പക്ഷേ ആ വഴിയെ പകുതി വന്നിട്ട് തിരിച്ച് മറ്റേ വഴിയെ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ ഒരിക്കലും എത്തേണ്ടടുത്ത് എത്തത്തില്ല, പലതിൽ കൂടി ഇങ്ങനെ ചെയ്യുക. ഒരേ വഴിയെ പോയി നമ്മളൊരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വഴിയെ പോയാലും പിന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് സത്യം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പ്രശ്നം. ശ്രോത്രിയാഹ ബ്രഹ്മനിഷ്ഠാഹ, ബ്രഹ്മനിഷ്ഠ
ബ്രഹ്മനിഷ്ഠൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. തൻ്റെ സ്വരൂപം ഇത് തന്നെയാണെന്ന് പൂർണ്ണമായ ഉറപ്പം, ഇതിൽ തന്നെ നിഷ്ഠയുള്ള ഇത് തന്നെയാണ് സത്യം എന്നറിഞ്ഞാൽ സ്വയം ജുഹ്വത ഏകർഷിം ശ്രദ്ധയന്ത. അപ്പം സ്വയം ഏകർഷിം ശ്രദ്ധയന്ത ജുഹ്വതി. അപ്പം ഈ ജുഹ്വതയല്ല, ഏകർഷി എന്നു പേരുള്ള അതൊരു അഗ്നിയാണ്. അഗ്നി ദൈനം ചെയ്യുക എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനമാണല്ലോ നമ്മൾ. അങ്ങനെ ഏകർഷ്യം എന്ന അഗ്നിയെ ശ്രദ്ധയോടുകൂടി സേവിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. തേഷാമേവ യേഷാം ബ്രഹ്മവിദ്യാം അതേത. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ ബ്രഹ്മവിദ്യയെ പറഞ്ഞു കൊടുക്കാവൂ. അല്ലാത്ത ആളിന് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. പറഞ്ഞു കൊടുത്താൽ വിശേഷമില്ല. ശിരോവ്രതം വിധിവത യൈഹി തു ചീർണം. യൈഹി ശിരോവ്രതം വിധിവത ചീർണം. ആരാണോ വിധി പോലെ ശിരോവ്രതം അനുഷ്ഠിച്ചിട്ടുള്ളത്. ശിരോവ്രതം എന്നുള്ളതിനെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ട് അഗ്നിയാധാനം. അഗ്നിയാധാനം എന്ന് പറയുന്നത് അഗ്നി എന്നുള്ളതിന് ഇവിടെ ഭസ്മം എന്നുള്ള അർത്ഥമാണ് മനസ്സിലാക്കിയത്, ഈ പലയിടത്തും കണ്ടത്. തേഷാമേവേശാം ബ്രഹ്മവിദ്യാമതേത ശിരോവ്രതം വിധിവതൈഹി തു ചീർണം. ആരാണോ ശിരോവ്രതം വിധി പോലെ ചെയ്തിട്ടുള്ള മന്ത്രത്തിന് ഈ ഭസ്മം തൊടുന്നതിനുള്ള വിധി നിരന്തര ആചാരവച്ചതിലാണോ? അദ്ദേഹം നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഭസ്മം തൊടണം, എന്തിനാണ് ഭസ്മം തൊടുന്നത്. ദേവാർച്ചാ പദ്ധതിയിലാണ്. ഹരി പറഞ്ഞു, പിന്നെ രേണു പറഞ്ഞു കുറച്ചുകൂടെ വിസ്തരിച്ച്. അത് കളഞ്ഞു പക്ഷേ നിത്യഹോമങ്ങൾ പറഞ്ഞു. അതാണ് പേര്. അതെ, ഏതായിരുന്നു ഒരു പേര്. ശിരോവ്രതം എന്നുള്ളതിന് കൃത്യമായിട്ട് ആ വിധി അനുസരിച്ച് ഭസ്മം തൊടുക എന്നല്ലല്ലോ, ഭസ്മം പൂശുക, ഭസ്മം ആധാനം ചെയ്യുക. ത്രിസന്ധ്യയിലോ ഒരു സന്ധ്യയിലോ രാവിലെയും വൈകിട്ടോ എത്രയോ വർഷങ്ങളോ എന്തായാലും നമ്മൾ രാമൻ കഴിക്കാതിരിക്കും അവർക്ക് ഭസ്മം തൊട്ടിട്ടില്ല. അതൊരു പല ഉപയോഗങ്ങളുണ്ട്. തതേത് വിദ്യാസമ്പ്രദാന വിധാനം രച മന്ത്രേണ അഭ്യുക്തം അഭിപ്രകാശിതം. എങ്ങനെയുള്ള ആളുകൾക്ക് ഈ വിദ്യ ഉപദേശിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ക്രിയാവന്തഃ യഥോക്ത കർമാനുഷ്ഠാനയുക്താഃ. യഥോക്ത ഈ അനേക സാധനകൾ പറഞ്ഞിട്ടുണ്ട്. പലത്തിലായിട്ട് പല സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഉപാസന, അങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ അനുഷ്ഠിക്കുന്നവർ, അതിനെപ്പറ്റി മനനം ചെയ്യുന്നവർ, അത് അനുഷ്ഠിക്കുന്നവർ. ഇപ്പോൾ പ്രണവ ഒക്കെ ആണെങ്കിൽ അത് അനുഷ്ഠിക്കേണ്ടതാണല്ലോ, ചിന്തിക്കുകയല്ല, അത് അനുഷ്ഠിക്കുക, മനനം ചെയ്യുക എന്ന ഓങ്കാര ഉപാസനയാണത്. ബ്രഹ്മനിഷ്ഠാഃ അപരസ്മിൻ ബ്രഹ്മണി അഭിയുക്താഃ. ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞുകൊണ്ട് പരമമായ ആ മുമ്പേ പറഞ്ഞ മഹാകാശം എന്നുള്ള അവിടെ ചെല്ലുന്നതിനുള്ള വിദ്യയാണല്ലോ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അപരസ്മിൻ ബ്രഹ്മണി ഇങ്ങനെ ഉണ്ടെന്ന് പരോക്ഷ ജ്ഞാനം ഉണ്ടായിരിക്കണം. പരോക്ഷജ്ഞാനി ആയിരിക്കണം. എങ്കിലേ ഈ അപരോക്ഷമായിട്ട് നമ്മൾ ഇന്നാരാണ് എന്നറിയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇത്രയും പേരിരിക്കുന്നിടത്ത് ഒരാളുടെ ലക്ഷണം ചോദിച്ചു, ഇപ്പോൾ ഒരു ലക്ഷണം പറഞ്ഞു കൊടുത്തു. അപ്പോൾ കയറി വരുമ്പം ആ ലക്ഷണമുള്ള ആൾ ഇതാണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം ഇങ്ങോട്ട് കയറി വന്ന് ആരായതെന്ന് അറിയാനൊക്കത്തില്ല. അപ്പോൾ ആദ്യം അപരോക്ഷജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം പരോക്ഷജ്ഞാനം ഉണ്ടാകണം. പരോക്ഷജ്ഞാനം ഉണ്ടെങ്കിലേ അപരോക്ഷജ്ഞാനത്തിലെത്താൻ പറ്റും. ശാസ്ത്രാഭ്യാസം നടത്തിയിരിക്കണം. ഈ ഇതിൻ്റെ തന്നെ ആദ്യം പറഞ്ഞല്ലോ, ശാസ്ത്രാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 6 വേദങ്ങളും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നതല്ല. ഏതത് അക്ഷരം അഭിഗമ്യത്, അതാണ് പരാവിദ്യ.
അപ്പോൾ അക്ഷരനെ എങ്ങനെ പ്രാപിക്കാം? പക്ഷേ അക്ഷരനെ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതിന് പ്രമാണം ശ്രുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രുതി പ്രമാണം അനുസരിച്ച് തന്നെ പഠിക്കണമെങ്കിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. സ്വയം ഏകർഷിനാമാനം അഗ്നിം ജുഹ്വതി ശ്രദ്ധയന്തഃ ശ്രദ്ധധാനാः സന്തഃ തേഷാം ഏവ സംസ്കൃതാത്മനാം പാത്രഭൂതാനാം ഏതാം ബ്രഹ്മവിദ്യാം വദേത ബ്രൂയാത്. ശിരോവ്രതം ശിരസി അഗ്നിധാരണലക്ഷണം യഥാ അഥർവണാനാം വേദവ്രതം പ്രസിദ്ധം ഏസ്തു ഏഹി ച തച്ചീർണം വിധിവത യഥാ വിധാനം തേഷാമേവ. ഈ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിധത്തിലെല്ലാം ആ ബ്രഹ്മ സ്വരൂപത്തെ ചിന്തിച്ച് ആ അക്ഷരനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ആ കേവല പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക. അത് തൻ്റെ സ്വരൂപമാണ് അത് എന്ന് അറിയുക. ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്, അത് ഏതാ ബ്രഹ്മം എന്നറിയാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ബ്രഹ്മമാണ്. ഈ ഫിസിക്സുകാർക്ക് ഒരു കുഴപ്പമുണ്ട്, എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കും ഓരോന്നിനും. ഞങ്ങൾക്ക് അവിടെ ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും സാറുമാരുണ്ടായിരുന്നു. ഭയങ്കര ചിലപ്പോൾ ഇങ്ങനെ അതിലെ കടന്നു പോകുമ്പോൾ നമ്മൾ സംസാരിച്ച് ഭയങ്കര ഒരു വാദത്തിലെ കലാശിക്കും. വാദമെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വരെ കേൾക്കും. അപ്പം ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്. അല്ല, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ് ബ്രഹ്മം. അപ്പോൾ ഏതാണോ ഈ അറിവ്, ഈ സകല പ്രപഞ്ചത്തെയും വിളക്കിക്കൊണ്ടിരിക്കുന്ന ആ അറിവ്, അത് ബ്രഹ്മസ്വരൂപം തന്നെയാണ്. അത് ഞാനെന്ന് പറയുന്ന ആ വ്യക്തിക്ക് അവിടെ ഒരു വ്യക്തി അതിൽ പ്രകാശിക്കേണ്ട ഒരു എണ്ണം മാത്രമാണ് എന്നറിയണം. തദേത സത്യം ഋഷിരംഗിര ഗുരുവാച നൈതദജീർണവ്രതോധീതേ നമ പരമേശ്വഭ്യോ നമ പരമേശ്വഭ്യഃ തത് ഏതത് സത്യം ഋഷിഃ അംഗിരഃ പുരാ ഉവാച ന ഏതത് അജീർണവ്രതഃ അധീതേ നമഃ പരമേശ്വഭ്യഃ നമ പരമേശ്വഭ്യഃ. 2 പ്രാവശ്യം പറയുന്ന ഗ്രന്ഥം തീർന്നു എന്നുള്ളതിനാണ്. ഈ അംഗിരസ് എന്ന മഹർഷി പറഞ്ഞ അതാണ് സത്യം, ഇത് സത്യമാണ്. പുര ഉവാച. അംഗിരസ് ആരോടായിരുന്നോ പറഞ്ഞത്? അംഗിരസ് ആരോടാണോ പറഞ്ഞത്? നമ്മളോടാണോ? അംഗിര ഉവാച എന്നല്ലേ പറഞ്ഞു. അംഗിരസ് ആരോടാ പറഞ്ഞത്? ശൗനകനോട്. ശൗനകോ വൈ മഹാശാല. അദ്ദേഹം വിധിവത ഉപസന്ന പപ്രച്ഛ. ആ ചോദിച്ച ശൗനകൻ എന്ന മഹാശാലനായ ആളിനോടാണ് അംഗിരസ് ഉപദേശിച്ചത്. ആ അംഗിരസ് പറഞ്ഞത് ഏതത് അജീർണവ്രതഃ അധീതേ. ആ വേദം പഠിക്കാൻ അല്ലെങ്കിൽ ഈ ആത്മബോധം ഉണ്ടാകാൻ പറഞ്ഞിരിക്കുന്ന വ്രതങ്ങൾ അനുഷ്ഠിക്കാത്ത ഒരാളിത് പഠിച്ചിട്ട് കാര്യമില്ല, അത് പഠിക്കണ്ട. ഇത്രയും പറഞ്ഞിട്ട് പരമേശ്വരൻ ഗ്രന്ഥം നിർത്തി. ആ പരമർഷിയെ ഇതെല്ലാം ഉപദേശിച്ച അംഗിരസ് എന്ന മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ഗ്രന്ഥം സമാപിച്ചിരിക്കുന്നു. തദേതദക്ഷരം പുരുഷം സത്യം ഋഷിരംഗിരാനാമ പൂർവം ശൗനകായ വിധിവത് ഉപസന്നായ പൃഷ്ടവതഃ ഉവാച തദ്വത് അന്യോപി തഥൈവ ശ്രേയോ അർത്ഥിനെ മോക്ഷവേ മോക്ഷാർത്ഥം വിധിവത് ഉപസന്നായ ബ്രൂയാദിത്യർത്ഥ. അപ്പം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും ശ്രേയസിനെ ആഗ്രഹിച്ചുകൊണ്ട് മുമുക്ഷുവായി വരുന്ന ആളിന് മോക്ഷത്തിന് വേണ്ടി ഇതിനെ ഉപദേശിക്കണം. നൈതത് ഗ്രന്ഥരൂപം അചീർണവ്രതഃ അചരിതവ്രതഃ അപി അധീതേ ന പഠതി. ഏതത് ഈ ഗ്രന്ഥം അചീർണ വ്രതം അനുഷ്ഠിക്കാത്ത ഒരുവൻ പഠിക്കാൻ പാടില്ല.
ന ഏതത് ന പഠതി, ഏതത് ന പഠതി, ഇതിനെ പഠിക്കണ്ട. കാരണം പിന്നെ എന്തുവാ ഘടാകാശം പോലും ഇങ്ങനെ മഹാകാശം പോലും ഇങ്ങനെ ആയിത്തീരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു പോയി. ജീർണവ്രതസ്യ ഹി വിദ്യ ഫലായ സംസ്കൃത ഭവതി. എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ജീർണവ്രതായ ഹി വിദ്യ ഫലായ സംസ്കൃത ഭവതി ഇതി. ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചവരും ഈ അധികാരതയുള്ളവനും മാത്രമേ ഈ വിദ്യ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. സമാപ്ത ബ്രഹ്മവിദ്യ സ ഏഭ്യോ ബ്രഹ്മാദിഭ്യ പാരമ്പര്യക്രമേണ സംപ്രാപ്ത തേഭ്യോ നമ പരമേഷിഭ്യ. പരമം ബ്രഹ്മ സാക്ഷാത് ദൃഷ്ടവന്തഃ യേ ബ്രഹ്മാദയോ അവഗതവന്തശ്ച തേ പരമർഷയസ്തേഭ്യോ ഭൂയോപി നമഃ. ദുർവചനം അത്യാദരാർത്ഥം മുണ്ടക സമാപ്ത്യർത്ഥം. ആദരത്തോടുകൂടി ഈ ഉപനിഷത്തിനെ സമാപിപ്പിക്കുന്നു എന്നുള്ളതാണ് 2 പ്രാവശ്യം പറഞ്ഞത്. ബ്രഹ്മാവിൽ നിന്നും പാരമ്പര്യക്രമേണ സംപ്രാപ്തമാണ് ഈ വിദ്യ. ബ്രഹ്മാവാണല്ലോ തുടങ്ങിയത്. ബ്രഹ്മാദേവാനാം പ്രഥമ സംബഭൂവ എന്നാണല്ലോ പറയുന്നത്. ഏറ്റവും ആദ്യം ബ്രഹ്മാവിനാണ് സകല വിദ്യകളും. ബ്രഹ്മാവിനാണ് സകല വിദ്യകളും പ്രകാശിപ്പിച്ചു കൊടുത്തത്. യോ വൈ വേദാംശ പ്രഹിണോതി തസ്മൈ. എല്ലാം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു കൊടുത്ത് ബ്രഹ്മാവ് എല്ലാവർക്കും പറഞ്ഞു. ഭാഗവതം ഇതുപോലെ തന്നെയാണ്. ഭാഗവതം ബ്രഹ്മാവ് വിഷ്ണു തന്നെ ബ്രഹ്മാവിനെ ഉപദേശിച്ചു. ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു. നാരദൻ വ്യാസന് ഉപദേശിച്ചു. വ്യാസൻ എല്ലാം ബ്രഹ്മാവിൽ നിന്നാണ് പറയുന്നത്. ഓം ഭദ്രം ഭദ്രം പുഷ്പവാം സ്വസ്തനോത്. സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നഃ സാക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു